ഇന്ന് ഓശാന ഞായർ. ലോകം മുഴുവനിലും ദാവീദിന്റെ പുത്രന് ഹോസാന എന്ന ജയ്വിളികൾ മുഴങ്ങുന്ന ദിവസമാണ്. 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കഴുതയുടെ പുറത്തിരുന്ന് ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അനുസ്മരണം. ജെറുസലേം വ്യത്യസ്തനായ ഒരു രാജാവിനെ കാണുന്നു. അന്ധന് കാഴ്ചയും ബധിരന് കേൾവിയും, അടിച്ചമർത്തപ്പെട്ടവന് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ വന്നവൻ ജെറുസലേമിലേക്ക് നടന്നു കയറുകയാണ്. അനുതപിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അവരുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി കുരിശിലേക്ക് കൈകൾ വിരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ നെറുകയിൽ രാജാവായിട്ട് അവൻ കുരിശിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഏറെ അഭിമാനം തോന്നേണ്ട ദിവസമാണിത്. ഓരോരുത്തരും അവരവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ദാവീദിന്റെ പുത്രനായ ഈശോയെ നിനക്കോശാന എന്ന് വിളിച്ചു പറയേണ്ട ദിവസം. എൻ്റെ വിമോചനത്തിനായി രാജാവ് ജെറുസലേമിലേക്ക് പ്രവേശിച്ച ദിനം. നന്ദിയോടുകൂടെ ഈശോയുടെ ജെറുസലേം യാത്ര നമുക്ക് ഓർമ്മിക്കാം. ആഹ്ലാദത്തോടെ ആ ജെറുസലേമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിന് ഹോസാന എന്ന് പറഞ്ഞുകൊണ്ട് ജയ്വിളികൾ മുഴക്കാം.